Киева. Не, язык, знаете? ഹിന്ദുസ്ഥാൻ. Hindistan, ну, да, Hindistan. റോഷൻ അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഏതാ സമയം മൊബൈൽ തന്നെ. റോഷ ഒന്ന് പുറത്തേക്ക് നോക്ക് റോഷ. ഇങ്ങനെ മൊബൈൽ നോക്കില്ല, നീ ഇങ്ങനെ പുറത്തേക്ക് നോക്കില്ല. അങ്ങനെ 3 ദിവസത്തെ താഷ്കന്റ് ജീവിതത്തിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ കീവയിലേക്ക് പോവുകയാണ്. യാൻഡെക്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റിൽ യാൻഡെക്സ് എത്തും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ ആ റെയിൽവേ സ്റ്റേഷൻ മാറ്റിപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. Toshkent yoqdimi sizlarga? Toshkent Kiva. Ha. Kiva. Xo'p bo'ladi, yaxshi. ഇതൊരു 1.5 റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇവിടെ കുറച്ച് സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. എടാ രാവിലെ 7. എന്നാ കുറ്റോ ഇതാണ് മറ്റേ ബുള്ളറ്റ് ട്രെയിൻ. ഇതിൽ നമ്മൾ കയറും. ട്രോളിയെല്ലാം കണ്ട സൂപ്പറാണ്. എയർപോർട്ടത്തെ പോലത്തെ ട്രോളിയാണ്. റെയിൽവേ സ്റ്റേഷനിലെ ട്രോളി എന്താ സംഭവം, സൂപ്പറാണ്. ആദ്യത്തിനൊന്നും മനസ്സിലാവില്ല. ഇതാണ് താഷ്കണ്ടിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് വെൽ മെയിൻറ്റെയിൻ റെയിൽവേ സ്റ്റേഷനാണിത്. നമ്മുടെ നാട്ടിലെ എയർപോർട്ടിനെക്കാളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണിത്. ഒരുപാട് അധികം സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. പുറത്തും അതുപോലെ അകത്തും ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇതിനകത്ത് നിങ്ങൾ കണ്ടത് നീറ്റായിട്ടുള്ള റെസ്റ്റ് റൂംസ്, പ്രയർ റൂം, പോലീസ് റൂം, മെഡിക്കൽ എമർജൻസി റൂം, റിഫ്രഷ്മെൻറ്റ്സ്, പിന്നെ പുറത്ത് ഒരു പോലും പൊടിയോ ചളിയോ ഇല്ലാത്ത കംഫർട്ടായിട്ടുള്ള കുറേ ചെയർസും.
ഈ ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേയിൽ അവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേയിൽ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുമ്പേ നമ്മളിവിടെ എത്തണമെന്നാണ്. കാരണം ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി ചെക്സ് ഉണ്ട്. ആ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻട്രി ഉള്ളൂ. നമ്മളിവിടെ വന്നപ്പോൾ ഈ സെക്യൂരിറ്റി ചെക്ക് നമ്മൾ വെറും 10 മിനിറ്റ് മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ വലിയ ക്യൂവും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിലേ ആവും. അതുകൊണ്ട് ചിലപ്പോൾ ട്രെയിൻ മിസ്സാവും. അതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നെങ്കിൽ നേരത്തെ എത്തുന്നതാണ് നല്ലത്. ഉസ്ബെക്കിസ്ഥാൻ ട്രെയിൻ ടിക്കറ്റ് പെട്ടെന്ന് ഫില്ലാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ആ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തു വെക്കുന്നതാണ് നല്ലത്. എങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേയിലത്തെ ടിക്കറ്റ് ഓൺലൈനിലായിട്ട് എടുക്കുക, ഏതാണ് അതിൻ്റെ വെബ്സൈറ്റ്? ഈ വീഡിയോയിൽ അതിന് ഇനഫ് റൂം ഇല്ലാത്തതുകൊണ്ട് ഞാനത് വേറെ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞുതരാം. വണ്ടി തന്നെ ചോദിച്ചോക്കണം. നമ്മൾ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. ഒന്ന് സ്ലീപ്പർ, ഒന്ന് കൂപ്പേ. സ്ലീപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ സ്ലീപ്പർ പോലെ തന്നെയാണ്. അഡീഷണലായിട്ട് എനിക്ക് തോന്നുന്നത് ബെഡ്ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞങ്ങൾ സെലക്ട് ചെയ്ത കൂപ്പയാണ്. കൂപ്പയിൽ 4 പേരെ അക്കോമഡേറ്റ് ചെയ്യും. ഇവരുടെ ഈ നൈറ്റ് ട്രെയിനിൽ 2 പേരെ അക്കോമഡേറ്റ് ചെയ്യുന്ന കൂപ്പ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്ത ട്രെയിനിൽ അതുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഞങ്ങൾ അതെടുത്തേനെ. കാരണം വെച്ചാൽ ഞാൻ നന്നായി കൂർക്കാൻ വരും. എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട്. നമ്മൾ 2 കൂടാതെ വേറെ 2 ആൾക്കാരുണ്ടല്ലോ, അവരെന്ത് പറയും? അസ്സലാമു അലൈക്കും. कौन सा है हमारा? ആണോ? അതുണ്ട് ഓൾറെഡി. ഓൾറെഡി ഉണ്ട് ഇടാ. അല്ല, അത് നമുക്ക് വേണ്ടി വെച്ചാൽ ഗ്ലാസ് ഉണ്ട്, ഈ ബാഗുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ് അവർ തരുന്നാന്ന് തോന്നുന്നു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം ഇതിനുള്ളുണ്ട്. ജസ്റ്റ് കയറുന്ന വഴി പറ്റും. അങ്ങനെ ഞങ്ങൾ ടാഷ്കൻഡിനോട് വിട പറയുകയാണ്. ഞങ്ങളിനി ടാഷ്കൻഡിലേക്ക് തിരിച്ചു വരുന്നില്ല. ട്രെയിൻ ടാഷ്കൻഡ് സ്റ്റേഷൻ വിട്ട് മുന്നിലിട്ട് നീങ്ങാൻ തുടങ്ങി. ട്രെയിൻ കറക്റ്റ് 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾമോസ്റ്റ് 14.5 hours ജേർണി. നാളെ രാവിലെ 7:30 മാത്രമേ നമ്മൾ കീവയിലെത്തുള്ളൂ. ട്രെയിനിൽ പാൻട്രി ഇല്ലാത്ത നമുക്ക് നേരത്തെ അറിയുന്നതുകൊണ്ട് നമ്മൾ ഇന്നലെ കസാക്കിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് നമ്മളെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കുറച്ച് സ്നാക്സും വാങ്ങിയിട്ടുണ്ട്. നമ്മൾ മാത്രം ഉള്ള ആ കൂപ്പയിലേക്ക് ഒരു ചൈനക്കാർ കടന്നു വന്നു. ഈ ചൈനക്കാർ ഇന്ത്യയിൽ കുറേ കാലം ഉണ്ടായിരുന്നു. എംഐൻ്റെ വലിയൊരു ഹെഡായിരുന്നു ഈ സ്ത്രീ. ഗൂഗിൾ ഗ്ലാസസ് പോലുള്ളൊരു ഡിവൈസിൻ്റെ ഒരു കമ്പനിയിലാണ് ഇപ്പോൾ അവർ വർക്ക് ചെയ്തത്. നന്നായി ഇംഗ്ലീഷ് സംസാരിക്കും. അവർ താഷ്കൻഡിൽ നിന്ന് സമർഖണ്ഡിലേക്കാണ് പോകുന്നത്. സമർഖണ്ഡിൽ നിന്ന് അവർ തിരിച്ച് ചൈനയിലേക്ക് പോകും. വേറെ എവിടെ അവർ പോകുന്നില്ല. അവരുടെ അടുത്തൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഉസ്ബെക്കിസ്ഥാൻ്റെ ഫുൾ ചരിത്രം വിവരിക്കുന്ന ഒരു ബുക്ക്. സിൽക്ക് റൂട്ടിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുള്ള ബുക്ക് ചൈനീസ് ലാംഗ്വേജ് ആയതുകൊണ്ട് നമുക്കൊന്നും വായിക്കാൻ പറ്റിയില്ല. പക്ഷേ അതിൽ ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ഫോട്ടോസൊക്കെ വെറുതെ നോക്കി.
അവർ പറഞ്ഞു ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഉണ്ട്, ഇത് വളരെ നല്ല ബുക്കാണ്, ഇതിൽ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്. ഞങ്ങളുടെ ട്രാവൽ ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ളൊരു ട്രാവലാണ്. എനിക്ക് തോന്നുന്നു അവരുടെ ട്രാവൽ വളരെ ജെനുവിനായിട്ട് ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കി ട്രാവൽ ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. ാണ് ഇവിടെ ചാർജിങ് പോർട്ട്. ഇത് ചൂടുവെള്ളത്തിൻ്റെ സാധനം. ഇത് ചെറിയ വെന്റിലേഷൻ ഡസ്റ്റ്ബിൻ. ാണ് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ പ്രസ് ചെയ്യുമ്പോൾ ഈ ടാപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് മേലേക്ക് പ്രസ് ചെയ്യണം. ഈ ലിവർ ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ടു, ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തായാലും അകത്ത് കയറണമെങ്കിൽ ഇങ്ങനെ സംഭവം ഇത് മേലേക്കാക്കിയിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റും. ഇവിടെയും ഒരു വെന്റിലേറ്റർ ഇവിടെ ഒരു ലഗേജ് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. നല്ലൊരു ടേബിൾ ഉണ്ട്. നമ്മൾ എന്തെല്ലാം ഉള്ളത് ഇതില് ഒരു ബെഡ്ഷീറ്റ് and two only one bed sheet, the towel, pillow cover, രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട്. രണ്ട് ബെഡ്, ഒന്ന് നമുക്ക് പുറക്കാൻ, കുറച്ചൊരു അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഏതാ സമയവും മൊബൈൽ തന്നെ. റോഷ ഒന്ന് പുറത്തേക്ക് നോക്ക്. റോഷ ഇങ്ങനെ മൊബൈൽ നോക്കില്ല, നീ ഇങ്ങനെ പുറത്തേക്ക് നോക്കില്ല. നമസ്തേ. നമസ്തേ. Не, язык знаете? Hindistan. Hindistan, ну, да, Hindistan. Bir özünü orkada kelpak şu nomer familya email uçası boşun nomerleri çıkadı. കുറച്ച് സമയത്തിന് ശേഷം അവർ ഞങ്ങളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. ട്രെയിനിലുള്ള ഫെലോ പാസഞ്ചേഴ്സ് ഇന്ത്യക്കാരാണ്, അല്ലെങ്കിൽ അവരെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യസ്ഥാനിൽ നിന്ന് വന്നവരാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീൻ്റെ പേര് ഷക്ലോദാണ്. ആ കുട്ടി സമർഖണ്ഡിൽ പഠിക്കുകയാണ്. ഗൈഡ് ആൻഡ് ഇൻ്റർപ്രറ്റർ എന്നുള്ള കോഴ്സിന് വേണ്ടി പഠിക്കുകയാണ്. ആ കുട്ടി ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ട്രാൻസ്ലേഷനൊക്കെ ചെയ്തു. അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദി പാട്ടൊക്കെ അറിയോ? പിന്നെ നടന്നത് ഇതാണ്. तेरी बाहों में मर जाए हम, तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम. आंखों में तेरे सपने तेरे, दिल मेरा यादों तेरी नहीं, शायर तो नहीं मगर ये हंसी, जब से देखा मैंने तुझको शायरी आ गई. के रखना, डोली सजा के रखना, मेहंदी लगा के रखना, डोली सजा के रखना, तेल तेल गोरी आएंगे तेरी रखना.
I have not practiced, so I'm No not tamam, getting tuz it. oğlum, no tamam. പിന്നെ 1.5 മണിക്കൂർ അവിടെ ഗാനമേളയായിരുന്നു. അവർ പല പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്തു. കുറേ എണ്ണമൊക്കെ പാടി. ശ്രുതിയും താളമൊന്നും ശരിയായിട്ടില്ലെങ്കിലും അവർ നന്നായി എൻജോയ് ചെയ്തു. പിന്നെ ഒരുപാട് ഓഫറുകളായിരുന്നു. കീവയിൽ വന്നാൽ അവരുടെ വീട്ടിൽ താമസിക്കണം, അവരുടെ അടുത്ത് വരണം. ഞങ്ങൾക്ക് ആക്കൂടെ ഒരു ദിവസം മാത്രമേ അവിടെയുള്ളൂ. കീവ മുഴുവൻ കണ്ടു തീർക്കണം ഒരു ദിവസത്തിൽ. അത് മാത്രമല്ല, നമ്മൾ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് വിഷമത്തോടെ അവരുടെ ഓഫർ നിരസിക്കേണ്ടി വന്നു. അപ്പോൾ ഷക്ലോ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് ഹോസ്റ്റലിലേക്ക് വേണ്ടി കുറേ പിലാഫ് കൊടുത്തു വിട്ടിട്ടുണ്ട്, നിങ്ങളത് കേൾക്കണം, നിങ്ങളത് കഴിക്കണം പ്ലീസ്. ഒരു കാസറോൾ നിറച്ചും പിലാഫ് ഞങ്ങളെ വല്ലാണ്ട് ഫോഴ്സ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അത് നോന്ന് പറയാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവരുടെ നിന്ന് ആ കാസറോൾ പിലാഫ് ക്വാണ്ടിറ്റി ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇത് മുഴുവൻ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ട്രെയിനത്തെ ഗാർഡ് ഉണ്ടായിരുന്നു, ആ ഗാർഡിനൊക്കെ കുറച്ച് കൊടുത്തിട്ട് കുറച്ചു. എന്നാലും ഒരുപാട് പിലാഫ് ബാക്കിയുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ടേസ്റ്റി ടു. ആൻഡ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടൈം ടു സ്ലീപ്പ്. ഞാൻ നന്നായി ഉറങ്ങി കേട്ടോ. കണ്ണ് തുറന്നപ്പോൾ പുറത്ത് നല്ല ലൈറ്റ്. രാവിലെ ഏകദേശം 6-6:30 ഇനി 3.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ കീവയിലെത്തും. ഞങ്ങൾ കുറച്ച് നേരം ജനലിലൂടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ട്രെയിൻ യാത്ര ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല കംഫർട്ടബിൾ ആയിരുന്നു, നല്ലോണം ഉറങ്ങാൻ പറ്റി. ആ ട്രെയിനിൽ എയർ കണ്ടീഷനോ ഹീറ്ററോ ഇല്ലാത്തതുകൊണ്ട് എക്സ്ട്രീം വെതർ കണ്ടീഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ എത്രത്തോളം സുഖകരമാവും നമുക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ ചാർജർ പുറത്ത് 2 ഉണ്ടായിരുന്നു. അത് കുറേ നേരം ആൾക്കാർ വെയിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇതിൻ്റെ അകത്ത് അടിയിൽ ഇവിടെ ഇതിൻ്റെ അടിയിലൊരു ചാർജർ ഉണ്ട്. ഇപ്പോൾ അവിടെ കുത്തിയിട്ടോ. ഇപ്പോൾ രാവിലെ നമ്മളിത് കണ്ടതും അറിഞ്ഞത്, അതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളിനി ട്രെയിനിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഇവിടുത്തെ ചാർജർ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കറക്റ്റ് 7 മണിക്ക് തന്നെ നമ്മൾ ട്രെയിൻ അവിടെ എത്തി. എനിക്കൊന്ന് റൈറ്റ് ടൈം 7 തോന്നുന്നു. പക്ഷേ 1/2 മണിക്കൂർ നേരത്തെ തന്നെ ട്രെയിൻ അവിടെ എത്തി. താഷ്കെൻഡിലെ പോലെ തന്നെ കീവ റെയിൽവേ സ്റ്റേഷനും നല്ല ബ്യൂട്ടിഫുൾ റെയിൽവേ സ്റ്റേഷനാണ് പുറത്തുനിന്ന് കാണാൻ കേട്ടോ. അല്ലേ അപ്പുറം വേറെ ട്രെയിൻ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട്. കീവയിൽ ആൻഡെക്സ് ഇല്ല, അതുകൊണ്ട് ഒരു ലോക്കൽ ടാക്സി സംഘടിപ്പിക്കണം. എത്രയും പെട്ടെന്ന് ഹോട്ടലിലെത്തണം. My name is Annie. I'm an English-speaking guide. Okay. Welcome to Kiva. Kiva is divided into parts: Chankala and Dishankala. Okay. Chankala means inside city. Dishankala means outside city. Okay.